ബലബ്രോവൽ റൂഹോ കാദിസോ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രതിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് നിന്നെ ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോസോ അബുക്കുല സുബാ ലവൽ മീൻ.
കാദീസോ Let us all pray and beseech the Lord mercy and compassion. Oh, mercy, Lord, have mercy upon us and help us. Glory and thanksgiving, praising and adoration and exaltation unceasing, truly at all times and all hours, may we ascribe unto you, O Lord. Glory be to you, O Lord our God, who has called together you, church from all nations and peoples of every tribe and clan, and prophets and apostles, into the communion of your church. To you we ascribe glory and honor. Now when the wedding rings of this bride and groom are being blessed, and at the times and all hours and the days of our lives. Amen. O Lord, our God, who is beyond all human understanding, all goodness and touched altogether by evil, you are the fountain of holiness. You bless the church and on it as your bride through the baptism of water and the Spirit. And for a wedding ring you give your body and blood. You have obtained that men and women should have their marriage confirmed by the ring. Now we pray to you, O Lord, sanctify these rings which our Holy Father bless in your name. Bless them that they may signify to the husband and wife their life together. Grant these rings your blessings, you who have owned your church by means of the symbolic ring which you have granted it. Will we beseech you, this bride and this groom, with wisdom, and grant that their marriage and life thereafter be above all blemish and be full of joy and felicity. Make them happy, we pray you, O Lord, in this world and in the world to come. May they have all prosperity in this transitory life. May they attain the blessedness of your heavenly kingdom, where your wakeful angels enjoy the fulfillment of their lives. May we all receive your benediction and be enabled to worship and glorify you with the Father and the Holy Spirit, now and always, forever and ever. May we all receive from God forgiveness of sins and pardon of offenses in both the worlds, forever and ever.
നാശം വേണ്ട ആഭരണമേ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല. ലോകത്തിനവസാനത്തിൽ ആരും വാലുമഴിഞ്ഞാലും വാഴും നീയാവത്തിന്നെ താതാ ഭജവിമലാത്മാവിൻ ദേഹം പാർത്താ നിൻ ത്രോണോസാ. മറിയോടായി വിലങ്ങുവാനായി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത് കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായി വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ എന്ന പോലെ ആചാരന്റെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹനിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. Mara,
ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീവ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. Glory to the Father, Son, and the Holy Spirit. Respected Ibinachin, my beloved in Christ, dear Nebu and Jebus Selvi, the hero and heroine of today, today we are celebrating the big day of Nebu and Jebus Selvi. Why it is celebration? According to our church doctrine, this is a sacrament rather than a contract. Nowadays, the marriage become almost like a contract or a treaty which is subject to break because of some reasons. My dear Nebu and Jebus Selvi, you have to remember that this is not a contract, this is a sacrament. You have to know what is the difference between a sacrament and a contract. Today, you people taking an unbreakable and everlasting oath before God that is equivalent the oath and treaty made between God and His chosen people Israel. It is unbreakable, it is everlasting. That's the only condition for this treaty was love. Was love. If it is a treaty or an agreement, we can make it in a public hall or a hotel room, anywhere we can do. Because it is a sacrament, we are making this matrimony service in a church, before the holy altar, before the holy cross and the word of God, and witnessing all the congregation. All the sacraments we are doing, some visible activities, visible actions, rubrics are there in order to receive the invisible blessing from above. So whatever we are doing, actions or blessing of the rings or blessing of the crowns, lot of things we are doing here, all visible actions. Why it is a visible activities in order to receive invisible blessings from above. The second thing is very important. There is a big saying that being a right person in marriage is more important than selecting the right person for marriage. ഒന്നുകൂടെ പറയാം. Being a right person in marriage is more important than selecting a right person for marriage. We all are very keen about selecting a person. Poritham. In Kerala and Tamil Nadu, in all countries, there are some poritham. We are looking lot of poritham. In Hindu tradition, they need 10 porithams. 10 poritham വേണം. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് 10 പൊരുത്തം നോക്കി കെട്ടിയവരുണ്ടെങ്കിൽ എന്ന് വരുന്നത് നല്ലതാണ്. മാരേജിന് മുമ്പാണ് ഈ പൊരുത്തങ്ങളെല്ലാം വരുന്നത്. Even in Christian marriage also, definitely they will look some പൊരുത്തം. First പൊരുത്തം is our church, മതം, religion must be from Christian community. And other പൊരുത്തം is okay. Madi Puritam or Pana Puritam, Mani Puritam, they are okay.
Okay, for our family or family name. Lot of other പൊരുത്തംസ് are there. But എല്ലാ പൊരുത്തവും മാരേജോടുകൂടി അവസാനിക്കും. The real പൊരുത്തം means മനപ്പൊരുത്തം. മനപ്പൊരുത്തം means understanding. If there is no proper understanding, മനപ്പൊരുത്തം or മനനപ്പൊരുത്തം, rest of all പൊരുത്തംസ് will be waste. അതുകൊണ്ടാണ് എല്ലാ പൊരുത്തവും ക്ലിയർ ചെയ്തിട്ട് നടത്തുന്ന പല മാരേജുകളും ഡിവോഴ്സ് ആവുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ബാക്കിയെല്ലാം all other external things are fine, but there is no understanding in between. അതുകൊണ്ട് സെലക്ടിങ് എ റൈറ്റ് പേഴ്സൺ അതൊരു പാർട്ടാണ്. ബീയിങ് എ റൈറ്റ് പേഴ്സൺ ഇൻ മാരേജ് ലൈഫ്, കുടുംബജീവിതത്തിൽ ഒരു റൈറ്റ് പേഴ്സൺ ആയിരിക്കുക, അതാണ് വിവാഹത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. The second thing I would like to highlight, there are 6 rings in marriage life. You may wonder that there is 6 rings. Only 2 rings are there. One is engagement ring and the second one is wedding ring. There are other 4 rings in marriage life. That the first one is fearing. F-E-A-R-I-N-G, fearing. Fear of Lord. The family which prays together stays together. Fear of Lord is the beginning of wisdom. Fear of Lord is the blessing of the family. കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കണം. എല്ലാ ദിവസവും അത് തുടരണം. ബിക്കോസ് ദൈവഭയമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഇൻകംപ്ലീറ്റ് ആണ്. അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടാകണം. അവിടെ എല്ലാ വൈകുന്നേരവും ജപസെൽവി, ഐ നോ ദ മീനിങ് ഓഫ് യുവർ നെയിം, റിച്ച് വിത്ത് ജപം. Am I right? Japa means prayer. Am I right? Yes. Rich with prayer. Japa Selvi. Selva means wealth. So your family should be rich with prayer. Fearing. The next ring is caring and sharing. It goes together. 2 rings goes together. Caring, C-A-R-I-N-G, caring and sharing. Caring and sharing goes together. Sharing not only your wealth or your body, you have to share everything. Your pains, your gains, your shortcomings, your drawbacks. Everything you have to share and confess each other. കുറച്ച് കാര്യം ഹൈഡ് ചെയ്യണം, കുറച്ച് കാര്യം പറയണം, കുറച്ച് പൈസ ഉണ്ടെന്ന് പറയണം, കുറച്ച് പൈസ മാറ്റി വെക്കണം. A complete sharing. This sharing is compared to the sharing of Jesus Christ. He shed his last drop of blood for us in order to show his love, in order to love this world. So your sharing must be complete. ഇത്തിരി ബാക്കി വെച്ചേക്കരുത്. And one more ring, that is suffering. Suffering. And with ring. Suffering is not a negative word. It is also positive. The beautiful word in any language, that is sneham, anb, pyar, love. എല്ലാ ഭാഷയിലെ ഏറ്റവും നല്ല വാക്കേതാ? സ്നേഹം, അല്ലേ? എല്ലാ ഭാഷയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഡ് സ്നേഹമാണ്. ആ സ്നേഹം എന്ന് പറയുന്ന വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് 3 അക്ഷരങ്ങൾ കൊണ്ടാണ്. ദാറ്റ് ഈസ് സ, ഹ, ന.
ഇതേ ലെറ്റേഴ്സ് എടുത്താണ് മറ്റൊരു വാക്കുണ്ടായിരിക്കുന്നത്, സഹനം. ദ സെയിം ലെറ്റേഴ്സ് യൂസ്ഡ് ടു മേക്ക് ദ വേർഡ് സ്നേഹം യൂസ്ഡ് ടു മേക്ക് ദ വേർഡ് സഹനം. എൻ്റെ അർത്ഥം എന്തോ, ഒരാളോട് സ്നേഹം ഉണ്ടെന്ന് കാണിക്കുന്നത് എപ്പോഴാണ്? അല്ല, സ്മാർട്ടായിട്ടിരിക്കുമ്പോഴല്ല, പനി പിടിച്ച് കിടക്കുമ്പോഴാണ്, വയ്യാതിരിക്കുമ്പോഴാണ്, സഹനങ്ങളിലാണ്, പ്രയാസങ്ങളിലാണ് ഒരാളുടെ സ്നേഹം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സഫറിങ് എന്ന വാക്ക്, സഹനമുണ്ടായിരിക്കണം ക്രിസ്തീയ ജീവിതത്തിൽ. പരസ്പരം പ്രയാസത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത്. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, സമ്പത്തുള്ളപ്പോൾ സ്നേഹിക്കുന്നതിൻ്റെ പേരല്ല സ്നേഹമെന്ന് പറയുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ കൈപിടിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. 6 rings ആയോ? There is a 7th ring in marriage life. No need to by heart it. That is firing. F-I-R-I-N-G, firing. Absence of proper fearing, caring, sharing and suffering. There will be another ring will come as a villain, that is firing. ഇവിടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള എന്നെ പോലുള്ള ആളുകളുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ റിങ്ങൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. സഫറിങ് ഉണ്ടോ, കെയറിങ് ഉണ്ടോ, ഫിയറിങ് ഉണ്ടോ? ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒറ്റ റിങ്ങേ ഉള്ളൂ, അത് ഫയറിങ് ആണ്. ആബ്സെൻസ് ഓഫ് ഓൾ ദീസ് റിങ്സ്, ദ വില്ലൻ, ദ ലാസ്റ്റ് റിങ് വിൽ പ്ലേ. അതാ പല വീട്ടിലും വഴക്കുണ്ടാക്കുന്നത്, പല വീട്ടിലും ദേഷ്യം ഉണ്ടാകുന്നതിൻ്റെ കാര്യം ഇതാണ്, ഫയറിങ്. ദ ലാസ്റ്റ് റിങ് നമുക്ക് വേണ്ട. വി നീഡ് പ്രോപ്പർ കെയറിങ്, ഫിയർ ഓഫ് ലോർഡ് ആൻഡ് ഷെയറിങ്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഒന്നിപ്പിക്കുക. ഫൈനലി നമ്മുടെ ആരാധനയിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആരോടാ ഞാനീ പറയേണ്ടത്? നെബുവിനോടും ജബസെൽവിയോടും തൽക്കാലം പറയുന്നില്ല. ബാക്കിയുള്ള ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ എല്ലാവരോടും കൂടി പറയുകയാണ്, ഗോഡ് യുണൈറ്റഡ് ദം. അതെങ്ങനെയായാലും ഏതായിരുന്നാലും ശരി, അത് ദൈവനിശ്ചയമാണ്. Nobody has the right to separate them. സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഡിവോഴ്സായി പോകുന്നല്ല. അതും ഇതും പറഞ്ഞു കൊടുത്ത് മിണ്ടാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക. ലെറ്റ് ദം ഹാവ് എ വണ്ടർഫുൾ ലൈഫ്, ഓൺലി വൺ ചാൻസ്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് ആരും കയറി പ്ലേ ചെയ്യരുത്. അവരവരുടെ ഡെസിഷൻ എടുക്കട്ടെ, അവർ ജീവിക്കട്ടെ, സന്തോഷിക്കട്ടെ. അതാ തിരുവചനം പറയുന്നത്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവരുടെ ജീവിതത്തിനും അവരുടെ സ്നേഹത്തിനും തടസ്സം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും ആരും ഇടപെടരുത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നും. നെബുവിനെക്കുറിച്ച് ജബസെൽവിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ജബസെൽവിയെക്കുറിച്ച് നെബുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. തോന്നിയാലും ശരി, അടുത്തെങ്ങാണ് ഇച്ചിരി വെള്ളം കിട്ടുമെങ്കിൽ അത് മേടിച്ച് കുടിച്ച് അതങ്ങ് വിഴുങ്ങി അവസാനിപ്പിച്ചേക്കണം. ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയാനോ നുണ പറയാനോ അവരുടെ ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ആരും ഉണ്ടാക്കരുത്. ഇൻലോസ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ജബസെൽവി നമ്മളൊരു പെൺകുട്ടിയെ മറ്റൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിക്കുന്നത് നമ്മുടെ നഴ്സറിയിൽ നിന്നൊരു ചെടി മേടിക്കുന്നത് പോലെ. നഴ്സറിയിൽ പോയി നമ്മളൊരു പുതിയ ചെടി മേടിക്കുകയാണെങ്കിൽ അതൊരു പോളിത്തീൻ ബാഗിൽ അത് ജീവിച്ച വളവും അതിനിട്ട് കൊടുത്ത വെള്ളവും മണ്ണും ഒക്കെ പ്രത്യേകമാണ്. അത് അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വരിക. വാങ്ങിക്കൊണ്ട് വന്നാൽ എന്ത് ചെയ്യണം? വീട്ടിൽ വരുമ്പോൾ ജബസെൽവി ഈസ് കമ്മിങ് ഫ്രം അതർ കൾച്ചർ ആൻഡ് അതർ കമ്മ്യൂണിറ്റി. ഒരു സെപ്പറേറ്റ് പോളിത്തീൻ ബാഗിൽ സെപ്പറേറ്റ് കൾച്ചർ, സെപ്പറേറ്റ് ഐഡിയോളജി, സെപ്പറേറ്റ് ഫുഡ് സ്റ്റൈൽ, മേക്കപ്പ് സ്റ്റൈൽ എല്ലാം സെപ്പറേറ്റ് ആണ്. ഇവിടെ കൊണ്ടുവന്ന എന്താ ജബസെൽവി എന്ത് വിചാരിക്കണം? ഞാൻ വിചാരിക്കും, ചെടി മേടിച്ചിട്ട് ചെടി പറയുക, ഞാൻ ഈ പോളിത്തീൻ കവർ തന്നെ വളരത്തുള്ളൂ, ഇത് പൊട്ടിക്കൂല, എനിക്ക് എന്ത് വെള്ളം ഒഴിച്ചോ ആ വെള്ളം തന്നെ തരണം, എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഞാൻ പൊങ്കലേ കഴിക്കത്തുള്ളൂ, എനിക്ക് ഇവിടെ പൊങ്കൽ തന്നെ വേണം. ഇങ്ങനെ ചെടി പോളിത്തീൻ കവർ പൊട്ടിക്കാതിരുന്നാൽ വളരുമോ? ഇല്ല. അപ്പോൾ ചെടി മേടിച്ച ചെടി എന്ത് ചെയ്യണം? ഇവിടെ വന്നത് പൊട്ടിച്ച് നമ്മുടെ മണ്ണിൽ നടണം.
അവിടുത്തെ വെള്ളം കൂടെ യൂസ് ചെയ്യാൻ പഠിക്കണം. അവിടുത്തെ മണ്ണിൽ വളരണം, എങ്കിലേ ചെടി വളരത്തുള്ളൂ. അല്ലെങ്കിൽ വല്ലാതെ മുരടിച്ചു പോകും. ഇനി ഞാനീ പറഞ്ഞെന്ന് വിചാരിച്ച് നെബുവിൻ്റെ പേരൻസ് പറയും, അച്ഛൻ പറഞ്ഞ കേട്ടായിരുന്നോ, നിൻ്റെ പോളിത്തീൻ കവറെല്ലാം പൊട്ടിച്ച് കള, ഇവിടെ വളരണം. വേര് പിടിക്കാൻ ഒരു ചെടിക്ക് എത്ര സമയം വേണം? മിനിമം ഒരു 3 months എങ്കിലും സമയം കൊടുക്കണം കേട്ടോ. ഇങ്ങോട്ട് വന്ന ഉടനെ ഇവിടെ ഇങ്ങനെയാണ്, അവിടെ അങ്ങനെ ആയിരുന്നു, അവിടെ ഉള്ള എല്ലാം മറന്നോണം. ഇത് ഇവരോട് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മായിയപ്പനോടും അമ്മായിയമ്മയോടും കൂടിയാണ് പറയുന്നത്. അവർക്ക് വേര് പിടിക്കാനുള്ള സമയം കൊടുക്കണം. They brought up from a different culture. അവരായിരിക്കുന്നത് പോലെ വളരട്ടെ. നമ്മുടെ മണ്ണിലും നമ്മുടെ കൾച്ചറും ചേർത്ത് പിടിച്ച്, നമ്മുടെ ആരാധനയിൽ അവരെ ചേർത്ത് പിടിച്ച് അനുഗ്രഹത്തോടെ ഭൂമിയിലെ കൊച്ചു സ്വർഗമായി, ദ മിനിയേച്ചർ ഫോം ഓഫ് ഹെവൻ എന്നാണ് ഞാൻ പറയുന്നത് കുടുംബത്തിന്. ഭൂമിയിലെ കൊച്ചു സ്വർഗമായി പ്രിയപ്പെട്ട നെബുവിൻ്റെയും നെബസെൽവിയുടെയും കുടുംബം മാറട്ടെ. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന ദ വൺ ആൻഡ് ഓൺലി തിങ്, പ്രേ ഫോർ ദം, പ്രേ ഫോർ എ ഗുഡ് ഫാമിലി. May God bless you both. May God bless you. Thank you. The second part of marriage, that is blessings of the crowns, is about to begin. ബലഹീനരും പാപികളുമായ ഞങ്ങളെ അനുഗ്രഹങ്ങളെയും രണ്ട് വാക്കുകളിലും എന്നേക്കും ചൊല്ലിപ്പെടുമാറാകണമേ. ആമീൻ. Muy
Let us all pray and beseech of the Lord mercy and compassion. O merciful Lord, have mercy upon us and help us. Glory and thanksgiving, praise and adoration, and salvation and ceasing to other torment and us. May we ascribe to you, O Lord, who grants to those who hold authority, that government whatever loses loosened, and whatever you bind bound, and who grants crowns to bright and bridegrooms. To you be glory in this time and ever these your servants receive their crowns, and at all times and all seasons, and all the days of our life, forever and ever. Lay on these your children, who have taken refuge under the wings of your mercy, and within the bounds of your protection, grant them wholeness and safety, that they may be found noble in all their actions. Keep them undying themselves, that they may follow your way. May they order their lives, keep them Lord. Keep them children for spiritual gifts, and be engaged in activities. Body, both body and soul, and profit by them. May they allow it in life, and keep away from the life that we should have do to sin. May they unite in discarding evil, and labor resisting your spiritual vineyard. We pray, Lord, that the faithful depart and may be remembered. May they be gathered in your heavenly kingdom, and together may they all bring you glory and praise to you, with the Father and the Holy Spirit, now and forever. May we receive from God forgiveness of sins and pardon of offenses in all the world forever and ever. സുന്ദരികളിൽ സുന്ദരിനി ജാതികളിൽ സൂര്യം നിർവശലോമോ വിമലസമേ നിന്റെ ലാളിപ്പു നിന്ദനങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാകുസുമസമം അവേ സകലവിധം സുമുഖി നീ കരത്തിനാത്തും ശ്രീവായെ വന്ദിപ്പതിനാൽ രാജാവാം മശിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ ബാരക്കുമോ Subhola bola baroval ruho kadiso. ഹല്ലേലൂയ സഭയോടും നിന്നെ മുഖ കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പൂകീട വെന്തി സമയാ അന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൻ താമസുരാമലരുമായ ഏകത്വം നൃത്വം മഹിമേഴും മണവാട്ടി സമം സ്വർഗ്ഗീയമേവുന്നേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുരിച്ചു നിൽക്കുന്ന ഈ ദാസരെ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായി നിന്റെ വലത് ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായി നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ
വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളിവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബ്ഖുല സുബാൻ ലവൽ മീ. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫെസർ വിദ്യാലയത്തിൽ നിന്നും ആഹായി ബാറക്കുമോ. In the name of our Lord Jesus Christ, always give thanks for everything to God the Father. Submit yourself to one another because of your reverence for Christ. Wives, submit to your husbands as to the Lord. For a husband has authority over his wife, just as Christ has authority over the church. And Christ is himself the Savior of the church, his body. And so wives, completely to thy husband, just as the church submit itself to Christ. Husbands, love your wife just as Christ loved the church and gave his life for her. He did this to dedicate the church to God by his word, after making it clean by washing it in water, in order to present the church to himself in all its beauty, pure and faultless, without spot or wrinkle or any other imperfection. Men ought to love their wife just as they love their own bodies. A man who loves his wife loves himself. No one ever hates his own body. Instead, he feeds it and takes care of it, just as Christ does the church. For we are the members of his body. As the scripture says, for this reason a man will leave his father and mother and unite with his wife, and the two will become one. There is a deep secret truth revealed in the scripture, which I understand as applying to Christ and the church. But it also applies to you. Every husband must love his wife as himself, and every wife must respect her husband. Children, it is your Christian duty to obey your parents, for this is the right thing to do. Respect your father and mother is the first commandment that has promised added, so that all may go well with you and you may live a long time in the land. Amin. Ahai barakumu. മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം.
ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വാഭാവികമായി പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിചാരമാണ്, ഉപേക്ഷിക്കപ്പെട്ടവരെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിചാരം. ശിഷ്യന്മാരോട് ഭാര്യമാരുടെ മനസ്സുരസ്ഥിതി ഈ വിധം ഉച്ചകരമെങ്കിൽ അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും വിവാദം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മരാഷ്ട്രന്മാരായിട്ടുള്ളവരോട് മനുഷ്യരാഷ്ട്രന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യം തങ്ങളെ ദർശനന്മാരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ എന്ന് നാം വിശ്വാസം ചെയ്തു. ഭാഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. സത്യമടാള ശീഘ്രം സവിധ
കർത്താവ് നിന്നെ നീതിയിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിൻ്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. നീതിയിൻ കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. Stop.
മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നതായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മെസ്സിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മെസ്സിഹ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതു കൈ വന്ന് നിങ്ങളിൽ ആവസിച്ച എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് അകൽക്കർസായുടെ വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. നിങ്ങൾ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും, ഇസ്ഹാക്ക് യാക്കോബിലും, യാക്കോബ് യോസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിന്, ഇസ്ഹാക്കിന്, യാക്കോബിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പെട്ടകാട് കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളിലും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. സർവ്വ ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ഹോശോ വബ്കുല സുബാൻ ലവൽ മീ. അവകാശത
വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്മതിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള എവൻഗേലിയോൻ്റെയും ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെ അല്ല നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാസന്മാരിലും വിശ്വാസികളാ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ പരിശുദ്ധ കന്യമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ള സർവ്വപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തൻ്റെ പ്രാണനെ പോലെ അവൾ അവനോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവത്തിൻ്റെ ഏകപുത്രനും ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടപ്പെട്ട് മൂന്നാം ദിവസം ജീവിതവരെയും മനുഷ്യരെയും തന്റെ മേൽമുഖത്തോടെയും പെരുമാറിക്കുന്നതിനും തന്റെ രാജ്യമായ സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും നീക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മാത്രം സാധിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള റുഹായിലും ആദരവും സ്നേഹവുമായ ഏകസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമോദനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഏറ്റുപറഞ്ഞ് നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലൂയായോ ഹാലേ ലൂയ നിൻവലമായ രാജഭാമിനിയും Bola berovel ruho kadiso
വാചനമേ തൃക്കരങ്ങളിൽ അറിവാന്തൻ മക്കളപേക്ഷയനക്കേണം സൗമൻ കാലസ്തുതിയായി മറിയാമിൻ സ്മരണം വരദായകമാകാൻ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാലിക്കുമോ. ദൈവപ്രസവിത്രീ കന്യക മറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോറായി മേലൈനു തീടരുതേ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥനേ നീതിജന്മന പോലെ തളർത്തിടുമേ. ഹാലേലൂയ്യ. വളരും അവൻ ലബാനോനിൻ കാരകിൽ പോൽ ബരോവൽ റൂഹോ ഖാദിസോ ഒരുപോലെങ്കും മോർഗോറിയോസ് ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്ത്രീകർക്കും ഭാഗ്യം സഹദേർക്കും കാൺമാൻ കാക്ഷിച്ചൊരു സഹദേ വാളാച്ചിറകുകൾ പരിശുദ്ധന്മാരെ നിങ്ങൾ വിവാഹ ശുശ്രൂഷ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുടുംബജീവിതത്തിലെ ആദ്യ സമ്മാനമായി ദൈവത്തിൻ്റെ ജീവനുള്ള വചനം അവർക്ക് സമ്മാനമായി നൽകുകയാണ്. ബഹുമാനപ്പെട്ട വിപിനച്ചൻ അവർക്കത് ഗിഫ്റ്റായി നൽകുന്നു. ചേർന്ന് വീട് ഓൾ ടുഗദർ പോയി വിവാഹ ശുശ്രൂഷ അനുഗ്രഹത്തോടെ പൂർത്തീകരിക്കുവാൻ നമ്മെ അനുവദിച്ച തമ്പുരാന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രധാന കാർമ്മികത്വം വഹിച്ച ബഹുമാനപ്പെട്ട വിപിൻ ഡാനിയലച്ചൻ അനുഗ്രഹത്തോടെ ഗാനങ്ങൾ ആലപിച്ച സെൻറ് മേരീസ് കൊയർ സംഘം കടന്നു വന്ന എല്ലാവരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ വധൂവരന്മാർ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നു. Ruba